നമസ്കാരം. ഗൾഫ് ടുഡേ തുടങ്ങുന്നു. ഞാൻ പ്രജൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. വിദേശ വ്യാപാര മേഖലയിൽ വൻ മുന്നേറ്റവുമായി സൗദി അറേബ്യ 2025 ഏറ്റവും വലിയ രണ്ടാമത്തെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. ഒക്ടോബർ മാസത്തിൽ മാത്രം 184 ബില്യൺ റിയാലിന്റെ വ്യാപാരം നടത്തി. റിപ്പോർട്ട് പ്രകാരം സൗദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വ്യാപാര പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ. സൗദി അറേബ്യയുടെ സാമ്പത്തിക രംഗത്ത് വൻ മുന്നേറ്റം പ്രകടമാക്കുന്ന കണക്കുകളാണ് ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ടിരിക്കുന്നത്. 2025 ഒക്ടോബറിലെ മൊത്തം വിദേശ വ്യാപാരം 184.1 ബില്യൺ റിയാലിലെത്തി. മുൻ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 14 ബില്യൺ റിയാലിന്റെ അധിക വർധനവാണ് രേഖപ്പെടുത്തിയത്. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല കരുത്താർജിക്കുന്ന കാഴ്ചയാണ് ഒക്ടോബറിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ആകെ കയറ്റുമതി 103.9 ബില്യൺ റിയാലായി ഉയർന്നു. എണ്ണ വിപണിയിലെ നേട്ടത്തിനൊപ്പം എണ്ണേതര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയും പുനർകയറ്റുമതിയും വൻതോതിൽ വർദ്ധിച്ചു. റീ എക്സ്പോർട്ട് മേഖലയിൽ മാത്രം 130% വളർച്ചയുണ്ടാക്കിയതായാണ് റിപ്പോർട്ട്. ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത്. ചൈനയ്ക്കും UAE-ക്കും പിന്നാലെ സൗദിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും അധികം വാങ്ങുന്ന മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ മാറി. 10.3 ബില്യൺ റിയാലിന്റെ കയറ്റുമതിയാണ് ഇന്ത്യയിലേക്ക് മാത്രമായി നടന്നത്. ഇത് മൊത്തം കയറ്റുമതിയുടെ 10% വരും. രാജ്യത്തിന്റെ വ്യാപാര മിച്ചം 23.9 ബില്യൺ റിയാലായി വർദ്ധിച്ചു. വിഷൻ 2030 ഭാഗമായുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായി സാമ്പത്തിക വിദഗ്ധർ ഈ വളർച്ചയെ വിലയിരുത്തുന്നു. 24 ജിദ്ദ. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം രൂക്ഷമായ ഇറാനിൽ ശക്തമായ നീക്കത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ നേതൃത്വം തന്നെ അറിയിച്ചെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഇറാൻ ഭരണകൂടത്തിനെതിരായ പ്രക്ഷോഭത്തിൽ മരണം 544. രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളിൽ മരണം 500 പിന്നിട്ടതോടെയാണ് താക്കീതുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. ഇറാനിൽ ശക്തമായ നീക്കത്തിന് താനും സൈന്യവും തയ്യാറെടുക്കുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. ഇറാൻ നേതൃത്വം തന്നെ ഫോണിൽ വിളിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു. എയർഫോഴ്സ് വണ്ണിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെയാണ് വെളിപ്പെടുത്തൽ. പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നത് തുടർന്നാൽ ചർച്ചയ്ക്ക് മുൻപ് തന്നെ അമേരിക്ക ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധക്കാരെ പിന്തുണച്ചാൽ US സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ട്രംപിന്റെ ഇപ്പോഴത്തെ പരാമർശത്തിൽ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. അതിനിടെ ഇറാൻ സുരക്ഷാ സേന ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന ആഹ്വാനവുമായി റെയ്സ പഹ്ലവി രംഗത്തെത്തി. 2 ആഴ്ചയിലധികമായി തുടരുന്ന പ്രക്ഷോഭത്തിൽ മരണം 500 കടന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടതിനു പിന്നാലെ സർക്കാർ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇറാനിൽ വ്യാഴാഴ്ച ആരംഭിച്ച ഇന്റർനെറ്റ് വിലക്ക് 5ാം ദിവസവും തുടരുകയാണ്. ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് ഇലോൺ മസ്കിന്റെ സഹായം തേടുമെന്ന് ട്രംപ് പറഞ്ഞു. പണപ്പെരുപ്പവും കറൻസി മൂല്യത്തകർച്ചയും തുടർന്ന് ഡിസംബർ 28 ആരംഭിച്ച പ്രക്ഷോഭം 16ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. അട്ടിമറി നടത്തി പ്രസിഡന്റിനെ റാഞ്ചിയതിന് പിന്നാലെ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് താനാണ് എന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത എഡിറ്റഡ് ഇമേജിലൂടെയാണ് അവകാശവാദം. വിക്കിപീഡിയയിലെ പ്രൊഫൈലിൽ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്ന എഡിറ്റഡ് സ്ക്രീൻഷോട്ട് ഇമേജിനൊപ്പമാണ് 2026 ജനുവരി മുതൽ വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിരോധം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണ കരാറിൽ ഒപ്പുവച്ച് ഇന്ത്യയും ജർമ്മനിയും. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസും നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലാണ് ധാരണ. ലോകത്തെ 4-5 സ്ഥാനത്തുള്ള വലിയ സാമ്പത്തിക ശക്തികളായ ഇന്ത്യയും ജർമ്മനിയും പങ്കാളിത്തത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക്. തന്ത്രപ്രധാന സഹകരണ ഉടമ്പടി ഉണ്ടാക്കിയതിന്റെ 25ാം വാർഷികത്തിലാണ് ജർമ്മൻ ചാൻസലർ ഇന്ത്യയിലെത്തിയത്. രാവിലെ സബർമതി ആശ്രമത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസും ഒരുമിച്ചെത്തി. ആശ്രമത്തിൽ ഏതാനും നിമിഷം ചെലവിട്ട ശേഷം സബർമതി തീരത്തേക്ക്. അന്താരാഷ്ട്ര പട്ടം പറത്തൽ ഉത്സവത്തിൽ ഇരു നേതാക്കളും ചേർന്ന് പട്ടം പറത്തി തുടക്കം കുറിച്ചു. 11:30 ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ ഉഭയകക്ഷി ചർച്ച തുടങ്ങിയത്. അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും വലിയ വെല്ലുവിളി നേരിടുന്ന കാലത്ത് കൂടുതൽ സഹകരണത്തിനായി ഇരു രാജ്യങ്ങളും കൈകൊടുത്തു. ഇരു രാജ്യങ്ങളിലെയും കമ്പനികൾ ചേർന്ന് മെഗാ പ്രോജക്റ്റുകൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി. इंडिया EU फ्री ट्रेड एग्रीमेंट भी जल्द साकार होने जा रहा है। यह हमारे व्यापार
निवेश और साझेदारी के लिए एक नया अध्याय खोलने वाला है. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് ജർമ്മനി. The partnership between Germany and India is a strategic asset, economically, politically, and in a global context. ജർമ്മൻ ചാൻസലറായ ശേഷമുള്ള ഫ്രീഡിഷ് മെർസിന്റെ ആദ്യ ഇന്ത്യൻ സന്ദർശനമാണിത്. 24 മുംബൈ. വേനൽക്കാലം എന്നത് ഓസ്ട്രേലിയൻ പഴങ്ങളുടെ കാലം കൂടിയാണ്. തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന കാർഷിക വിളകൾക്ക് പലപ്പോഴും വൻകിട വ്യാപാരികൾ തുച്ഛമായ വിലയാണ് നൽകുക. പല കർഷകരും തങ്ങളുടെ തോട്ടങ്ങൾ ടൂറിസ്റ്റുകൾക്ക് പഴങ്ങൾ പറിക്കുന്നതിനായി തുറന്നു കൊടുക്കാറുണ്ട്. മെച്ചപ്പെട്ട വരുമാനവും ഇതിൽ നിന്നും ലഭിക്കുന്നു. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ മുന്തിരിത്തോട്ട വിശേഷങ്ങളുമായി ഷാജു ഫ്രാൻസിസും ക്രിസ്റ്റീന ബെന്നിയും ചേരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്വാൻ വാലിയിലെ ഒരു മുന്തിരിത്തോട്ടത്തിലാണ്. സ്വാൻ വാലി എന്നാൽ അരയന്നങ്ങളുടെ താഴ്വര എന്നാണ് അർത്ഥം. യഥാർത്ഥത്തിൽ ഇത് ഒരു മുന്തിരിത്തോട്ടങ്ങളുടെ താഴ്വരയാണ്. ഞങ്ങളിവിടെ മുന്തിരികൾ പറിക്കാനാണ് വന്നിരിക്കുന്നത്. പാകമായി നല്ല വിളഞ്ഞു കിടക്കുന്ന മുന്തിരിക്കുലകളിൽ ഇഷ്ടമുള്ളത് നമുക്ക് പറിച്ചെടുക്കാം. അവസാനം തൂക്കമനുസരിച്ച് വില നൽകിയാൽ മാത്രം മതി. നല്ല ക്രഞ്ചി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള മുന്തിരികൾ മുതൽ വീഞ്ഞിന് ഉപയോഗിക്കുന്ന മുന്തിരികൾ വരെ വിവിധ വലുപ്പത്തിലും നിറത്തിലുമുള്ള മുന്തിരികളുടെ പല വെറൈറ്റികൾ നമുക്കിവിടെ കാണാൻ കഴിയും. വിശാലമായ മുന്തിരിത്തോട്ടങ്ങളാൽ സമൃദ്ധമാണ് ഈ പ്രദേശം. ഇത് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. വീഞ്ഞും ചീസുമൊക്കെ നമുക്ക് രുചിച്ചു നോക്കാൻ നൽകും. അതിഷ്ടമാണെങ്കിൽ മാത്രം നമുക്ക് വാങ്ങിയാൽ മതി. വിവിധങ്ങളായ റെസ്റ്റോറൻറ്റുകൾ ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്. കുന്നിൻ ചെരുവുകളിലൂടെ ഒഴുകുന്ന ചെറിയ അരുവികളും വിശാലമായ മുന്തിരിത്തോട്ടങ്ങളും നയനമനോഹരമായ കാഴ്ചയാണ്. ലോകോത്തരമായ വീഞ്ഞും ചീസുമൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ പ്രദേശത്ത് പ്രശസ്തമായ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കൂടിയുണ്ട്. അവിടെ സന്ദർശകർക്ക് സൗജന്യമായി ചോക്ലേറ്റ് ചിപ്പുകൾ രുചിച്ചു നോക്കാൻ നൽകും. ആ റെസ്റ്റോറൻറ്റിൽ ലഭിക്കുന്ന ചോക്ലേറ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ് ഫൗണ്ടൻ, ഐസ്ക്രീം ഇവയൊക്കെ വളരെ പ്രശസ്തമാണ്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ക്രിസ്റ്റീന ബെന്നി. കുട്ടികളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകാൻ ഓസ്ട്രേലിയ സുരക്ഷയെ ബാധിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകി. ചില ഐസ് പാക്കുകളിൽ വിഷാംശം ഉണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. ഓസ്ട്രേലിയയിലെ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ കെമാർട്ട് തങ്ങളുടെ ജനപ്രിയ ഉൽപ്പന്നമായ ആങ്കോ ജെൽ ഐസ് പാക്കുകൾ തിരിച്ചു വിളിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഈ ഉൽപ്പന്നങ്ങളിൽ വിഷാംശമുള്ള പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന കണ്ടെത്തലാണ് ഈ അടിയന്തര നടപടിക്ക് കാരണം. പ്രധാനമായും കുട്ടികൾക്കും മറ്റ് ദുർബലരായ വ്യക്തികൾക്കും ഈ ഐസ് പാക്കുകൾ അതീവ അപകടകരമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. തിരിച്ചു വിളിച്ച ഈ ഐസ് പാക്കുകളിൽ എത്തിലീൻ ഗ്ലൈക്കോൾ എന്ന വിഷാംശമുള്ള രാസവസ്തുവാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് ഉള്ളിൽ ചെന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറഞ്ഞു. കെമാർട്ടിന്റെ ആങ്കോ സ്മോൾ ജെൽ പാക്ക്, ആങ്കോ ലാർജ് ജെൽ പാക്ക് എന്നീ ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ നിന്ന് പിൻവലിച്ചിരിക്കുന്നത്. ഈ ഐസ് പാക്കുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നവർ ഉടൻ തന്നെ അവയുടെ ഉപയോഗം നിർത്തിവെക്കുകയും അടുത്തുള്ള കെമാർട്ട് സ്റ്റോറിൽ തിരികെ നൽകി മുഴുവൻ പണവും തിരികെ വാങ്ങണമെന്നും കമ്പനി അറിയിച്ചു. ഓസ്ട്രേലിയയിൽ നടന്ന ഈ സംഭവം നമ്മുടെ നാട്ടിലും സമാനമായ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊരു പാഠം കൂടിയാണ്. സുരക്ഷിതമായ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഓരോ വാങ്ങലിലും ജാഗ്രത പുലർത്തുക. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ക്രിസ്റ്റീന ബെന്നി. സൗദിയിലെ യുണൈറ്റഡ് കർട്ടൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന മുൻ പ്രവാസികളുടെ സംഗമം കോഴിക്കോട് സംഘടിപ്പിച്ചു. പ്രവാസം അവസാനിപ്പിച്ച് വർഷങ്ങളായിട്ടും മുൻ ജീവനക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് കമ്പനി പല മേഖലകളിലും സഹായം നൽകി വരുന്നുണ്ട്. മെഡിക്കൽ സഹായം നൽകുന്നതോടൊപ്പം മക്കൾക്ക് ജോലി നൽകി തൊഴിലുടമ ഇന്നും പ്രവാസികളോടൊപ്പം നിൽക്കുന്നതായി സംഗമത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. സൗദിയിൽ നിന്നും കമ്പനി പ്രതിനിധികളായ മോണിഷ് റിക്കി, സിയാദ്, സഹദ് പാലൊള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. തിരികെ വാർത്തകളിലേക്ക്. AI-യുടെ സഹായത്തോടെ സ്മാർട്ട് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ആപ്ലിക്കേഷൻ ഒരുക്കാൻ ദുബായ് ആംബുലൻസ് സർവീസ് കോർപ്പറേഷൻ
പ്രാഥമിക ശുശ്രൂഷ പഠിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടാണ് നീക്കം. അപകട മരണങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പുതിയ നീക്കം ഉപകരിക്കും. ഫസ്റ്റ് എയ്ഡിന്റെ പ്രാധാന്യവും ഉപയോഗിക്കേണ്ട രീതിയും പൊതുജനങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് AI സഹായത്തോടെ പുതിയ ആപ്പ് ലോഞ്ച് ചെയ്യുന്നത്. അപകടത്തിൽപ്പെടുന്നയാൾക്ക് ഫസ്റ്റ് എയ്ഡ് നൽകാൻ പലപ്പോഴും കൂടെയുള്ളവർക്ക് കഴിയാറില്ല. ഭയവും എങ്ങനെ ഫസ്റ്റ് എയ്ഡ് ഉപയോഗിക്കണമെന്ന് അറിയാത്തതുമാണ് ഇതിന് പ്രധാന കാരണമെന്ന് ദുബായ് ആംബുലൻസ് സർവീസ് കോർപ്പറേഷൻ പറയുന്നു. വേഗത്തിൽ കൃത്യമായ ഫസ്റ്റ് എയ്ഡ് നൽകുന്നത് പഠിപ്പിക്കുന്ന തരത്തിലാണ് ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുക. സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ ആപ്പ് ഉപയോഗിക്കാനാകും. പ്രാക്ടിക്കലായ നിർദ്ദേശങ്ങൾ വീഡിയോ രൂപത്തിൽ ആപ്പിൽ ലഭ്യമാകും. ചെറിയ അപകടങ്ങൾ മുതൽ വലിയ അപകടങ്ങളിൽ വരെ എങ്ങനെ ഫസ്റ്റ് എയ്ഡ് നൽകാമെന്ന വിവരങ്ങൾ ആപ്പിൽ ഉൾപ്പെടുത്തും. ആംബുലൻസ് എത്തുന്നതുവരെ അപകടത്തിലായ വ്യക്തിയുടെ ജീവൻ നിലനിർത്താൻ സാധ്യമായ വിവരങ്ങൾ തത്സമയം ആപ്പ് കൈമാറും. വിവിധ സംശയങ്ങൾക്കും യഥാസമയം മറുപടി നൽകും. അമേരിക്കയിൽ പല രൂപത്തിൽ നടപ്പിലാക്കിയ ഈ പദ്ധതി വിജയകരമായിരുന്നു. വിവിധ ഭാഷകളിൽ വിവരങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലാണ് ആപ്ലിക്കേഷൻ രൂപകൽപ്പന ചെയ്യുക. സ്കൂൾ, യൂണിവേഴ്സിറ്റികൾ, തൊഴിലിടങ്ങൾ തുടങ്ങിയിടത്ത് ആദ്യം ആപ്പ് പരിചയപ്പെടുത്തും. അപകട മരണനിരക്കിൽ കാര്യമായ കുറവ് വരുത്താനാകുമെന്നാണ് പ്രതീക്ഷ. 24 ദുബായ്. ISROയുടെ PSLV C-62 വിക്ഷേപണം പരാജയപ്പെട്ടു. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം അന്വേഷ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങളെ വഹിച്ച PSLV C-62വിന്റെ മൂന്നാം ഘട്ടത്തിലാണ് സാങ്കേതിക പിഴവുണ്ടായത്. 2025 മെയിലെ PSLV വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു. 1-0. S139 motor and both strap-ons ignite. Here's the pillar of Lift fire off normal. meets the P1 tracking. canvas of P2 blue. tracking. PSLV P2 tracking. C-62 P2 clearing tracking. the umbilical P4 tower, a tracking. majestic lift-off. നോർമൽ ആൻഡ് മജസ്റ്റിക് ലിഫ്റ്റ് ഓഫ്. പതിവ് പോലെ കിറുകൃത്യമായ ആദ്യഘട്ടങ്ങൾ. PSLVയുടെ വിജയക്കുതിപ്പ് വീണ്ടും എന്ന പ്രതീക്ഷ വാനോളമുയർന്ന നിമിഷങ്ങൾ. എന്നാൽ മൂന്നാം ഘട്ടത്തിന് ശേഷം പുതിയ വിവരങ്ങൾ ISRO നൽകാതെ വന്നതോടെ ദൗത്യത്തിൽ അനിശ്ചിതത്വം. ഒടുവിൽ മൂന്നാം ഘട്ടത്തിൽ പിഴവുണ്ടായെന്ന വിവരം ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ തന്നെ അറിയിച്ചു. PSLVയുടെ ചരിത്രത്തിലെ ആദ്യ തുടർ പരാജയം, അതും ഒരേ ഘട്ടത്തിൽ സംഭവിക്കുന്ന പിഴവ്. End of the third stage, we are seeing little more disturbance in the vehicle roll rates, and subsequently there is a deviation observed in the flight path. We are analyzing the data and we shall come back at the earliest. അതിർത്തി നിരീക്ഷണം, ദേശസുരക്ഷ എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO വികസിപ്പിച്ച അന്വേഷ എന്ന ഭൗമനിരീക്ഷണ ഉപഗ്രഹമായിരുന്നു റോക്കറ്റിലെ പ്രധാന പേലോഡ്. ഒപ്പം 6 വിദേശ രാജ്യങ്ങളുടെ ഉൾപ്പെടെ 15 ചെറു ഉപഗ്രഹങ്ങളും. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനികളുടെ പേലോഡുകളും ഇവയിൽ ഉൾപ്പെടുന്നു. വലിയ നിരാശയാണ് തുടർപരാജയത്തിലൂടെ ISROയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെയ് 18 നടത്തിയ PSLV വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു. അന്ന് രാജ്യത്തിന് നഷ്ടമായത് EOS-09 എന്ന തന്ത്രപ്രധാന ഭൗമനിരീക്ഷണ ഉപഗ്രഹമായിരുന്നു. അന്ന് സംഭവിച്ച സാങ്കേതിക പിഴവ് വിശദമായി പഠിക്കാൻ നിയോഗിച്ച ഫെയിലർ അനാലിസിസ് കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിച്ചിട്ടില്ല. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് അതേ സാങ്കേതിക പിഴവിൽ രണ്ടാമത്തെ വിക്ഷേപണ പരാജയം. പ്രജിൻ സി കണ്ണൻ, സയൻസ് ഡെസ്ക്, 24. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അവിടെ തോക്ക് പൊട്ടി ഒരു മരണം സംഭവിച്ചു എന്നാണ് ആ വാർത്ത. കോട്ടയം ഉടവൂരിലാണ് സംഭവം. തോക്കിൽ നിന്ന് വെടിയേറ്റാണ് ഒരാളുടെ മരണം സംഭവിച്ചത്. ഉടവൂർ തിരുരുട്ടി ഭാഗത്ത് രാത്രി 11 മണിയോടെ, അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. തോക്കുമായി പോകുന്ന വഴി സ്കൂട്ടർ മറിഞ്ഞ് തോളത്ത് തൂക്കിയിരുന്ന തോക്ക് പൊട്ടി ആണ് ഈ മരണം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉടവൂർ സ്വദേശി ജോബി ലൂക്കോസ് എന്നയാളാണ് ഈ രീതിയിൽ മരണമടഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തോക്കുമായി പോകുന്ന വഴി സ്കൂട്ടർ മറിഞ്ഞ് തോളത്ത് തൂക്കിയിട്ടിരുന്ന തോക്ക് പൊട്ടി മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ്. എന്തായാലും അസ്വാഭാവികതയുണ്ട്. അസാധാരണമായ രീതിയിലാണ് ഈ മരണം സംഭവിച്ചത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചു വരുന്നുള്ളൂ. 11 മണിയോടെ ആയിരുന്നു ഈ സംഭവം എന്നാണ് അറിയാൻ കഴിയുന്നത്. കോട്ടയം ഉഴവൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. വെൽക്കം ബാക്ക്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. കോട്ടയം ഉഴവൂരിൽ സ്കൂട്ടർ മറിഞ്ഞ് അബദ്ധത്തിൽ തോക്കിൽ നിന്ന് വെടിയേറ്റ് ഒരാൾ മരിച്ചു. ഉഴവൂർ സ്വദേശി ജോബി ഓക്കാട്ടിലാണ് മരിച്ചത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. ടോബി, അസ്വാഭാവികതയുണ്ട് ഈ മരണത്തിൽ. ഈ 11 മണി സമയത്ത് ഈ തോക്ക് തോളിലിട്ട് ഈ സ്കൂട്ടറിൽ യാത്ര ചെയ്ത് എന്തിനാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. എന്താണ് ഈ ഉഴവൂരിൽ സംഭവിച്ചത് ടോബി?
പ്രജിൻ, നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നായാട്ടിന് വേണ്ടി പോയതാണ് ഇയാളെന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും അതിനുവേണ്ടി ഉള്ള തോളത്ത് തൂക്കിയിട്ട് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ വാഹനം നിയന്ത്രണം വിട്ട് മറിയുന്നത്. തുടർന്ന് ഇതിൽ നിന്നും വെടി പൊട്ടുകയും ജോബിയുടെ ശരീരത്തിൽ തുളച്ചു കയറുകയുമായിരുന്നു എന്നാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുറവിലങ്ങാട് പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 11 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. എന്തായാലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ, എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് വിശദാംശങ്ങൾ നൽകിയത്. അസാധാരണമാണ്, അസ്വാഭാവികതയുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യെ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT നൽകിയ അപേക്ഷ കോടതി നാളെ പരിഗണിക്കും. പ്രതിയെ ഹാജരാക്കാൻ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. അതിനിടെ അതിജീവിതയെ ഭീഷണിപ്പെടുത്തുന്ന രാഹുൽ മാങ്കൂട്ടലിന്റെ ചാറ്റുകൾ പുറത്തുവന്നു. 3ാം ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിലുമായി സമഗ്രമായ തെളിവെടുപ്പ് നടത്താൻ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ശാസ്ത്രീയ സാഹചര്യ തെളിവുകളടക്കം ശേഖരിക്കേണ്ടതുണ്ടെന്ന് SIT കോടതിയെ അറിയിച്ചു. കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാൻ കോടതി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചു. രാഹുലിനെ നാളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കണം. ജാമ്യം നൽകണമെന്ന് പ്രതിഭാഗം ആവശ്യപ്പെട്ടെങ്കിലും കോടതി തള്ളി. പോലീസ് റിപ്പോർട്ട് കിട്ടാതെ ജാമ്യാപേക്ഷയിൽ എങ്ങനെ വാദം നടത്തുമെന്ന് മജിസ്ട്രേറ്റ് അരുന്ധതി ദിലീപ് ചോദിച്ചു. അതിനിടെ രാഹുലിന് കുരുക്കായി കൂടുതൽ തെളിവുകൾ പുറത്തുവന്നു. അതിജീവിതയെ ടെലഗ്രാമിലൂടെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശമാണ് പുറത്തുവന്നത്. പരാതിക്കാരിയായ അതിജീവിത നാട്ടിലെത്തിയാൽ കാണിച്ചു തരാമെന്ന് രാഹുൽ ഭീഷണിപ്പെടുത്തി. അതിജീവിതയോട് വാർത്താസമ്മേളനം നടത്താനും രാഹുൽ വെല്ലുവിളിച്ചു. പരമാവധി തെളിവുകൾ ശേഖരിച്ച് മുന്നോട്ടു പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 പത്തനംതിട്ട. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ കാണാൻ കൂട്ടാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അറസ്റ്റ് നടപടികളിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന വിമർശനവുമായി മുൻ DGP TP സെൻകുമാർ രംഗത്തുവന്നു. പുറത്താക്കിയ MLA രാജിവെക്കണമെന്ന് പറയാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. രാഹുൽ സീരിയൽ ക്രിമിനൽ എന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ജയിലിലെ ആദ്യത്തെ രാത്രി രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക പരിഗണനകൾ ഒന്നുമുണ്ടായില്ല. ജയിൽ ഭക്ഷണം, കിടപ്പ്, തറയിൽ പായ വിരിച്ച്. പരാതികളില്ലാതെ രാഹുൽ നേരം വെളുപ്പിച്ചു. സന്ദർശിക്കാനെത്തിയ അടൂരിലെ കോൺഗ്രസ് നേതാക്കളെ കാണാൻ കൂട്ടാക്കാതെ മടക്കി അയച്ചു. സന്ദർശകരെ ആരെയും അനുവദിക്കേണ്ടെന്ന് രാഹുൽ ജയിൽ അധികൃതരെ അറിയിച്ചു. അറസ്റ്റിൽ രാഹുലിനെതിരെ കടുത്ത വിമർശനമാണ് വിവിധ നേതാക്കൾ ഉയർത്തിയത്. രാഹുൽ സീരിയൽ ക്രിമിനൽ എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഇരകളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അസാധാരണവും വികൃതരൂപമുള്ളതാണ്. സീരിയൽ ക്രൈമാണ് ഇദ്ദേഹം കമ്മിറ്റ് ചെയ്യുന്നതായിട്ട് ഇപ്പം വന്നിടത്തോളം വിവരങ്ങൾ വെച്ച് വെളിപ്പെടുന്നത്. രാഹുലിന്റെ അറസ്റ്റിൽ ആരോടും മറുപടി പറയേണ്ട ബാധ്യതയില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ. പാർട്ടി പുറത്താക്കിയ MLA രാജിവെക്കണമെന്ന് പറയാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിക്ക് പുറത്തുള്ള ആളുകളോട് എങ്ങനെ രാജി ആവശ്യപ്പെടുന്നു? ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. അതേസമയം FIR-ൽ പരാമർശമുള്ള വടകരയിലെ ഫ്ളാറ്റ് പരിശോധിക്കണമെന്ന് BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ആവശ്യപ്പെട്ടു. വടകരയിൽ രാഹുലിന് ഫ്ളാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ളാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്, വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇതിനിടെ അറസ്റ്റ് നടപടികൾ കൃത്യമായി പാലിക്കപ്പെട്ടില്ലെന്ന വിമർശനവുമായി മുൻ DGP TP സെൻകുമാർ രംഗത്തെത്തി. കോഴിയും പോലീസും ക്രിമിനൽ നിയമങ്ങളും എന്ന തലക്കെട്ടോടെയായിരുന്നു ഫേസ്ബുക്കിലെ വിമർശനം. രാഹുൽ മാങ്കൂട്ടത്തിലിനായി കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി ദേവാലയങ്ങളിൽ വഴിപാട് നടത്തി. രാഹുലിന്റെ പ്രതിസന്ധി സമയം മാറാനാണ് പൂജയെന്ന് റജോ വള്ളംകുളം പറഞ്ഞു. 24 ആലപ്പുഴ. ബുള്ളറ്റിൻ പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.